ആ വാക്കുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിപ്ലവത്തിൻ്റെ തീജ്വാല ഒട്ടും ആറാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മാത്രം മനസ്സിലല്ല, വരും തലമുറകളിൽ കേരള ജനതയുടെ മനസ്സിലേക്ക് അതേ ഊഷ്മളതയോടുകൂടി കൊണ്ടെത്തിക്കുവാനുള്ള കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒരു എളിയ ഉദ്യമമാണിത് എന്നുള്ളത് ഇവരുടെയും മുന്നിൽ സവിനയം സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സമാദരണീയർക്കും നമസ്കാരം. കേരള ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാനാവാത്ത ചില മുഖമുദ്രകളും നാഴികക്കല്ലുകളും സമ്മാനിച്ചിട്ടാണ് ശ്രീ വി ടി ഭട്ടതിരിപ്പാട് നമ്മുടെ ഇടയിൽ നിന്നും ഭൗതികമായി പോയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും ആശയങ്ങളും തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെയുള്ള വിപ്ലവത്തിൻ്റെ തീ സാമൂഹിക പരിഷ്കാരങ്ങളായി ഒപ്പം നവോത്ഥാന കേരളത്തിന് അടിത്തറയായി ഇന്നും വിളങ്ങുന്നു എന്നുള്ളതിന് ഒരു വലിയ എടുത്തുകാട്ടാണ് ഇന്ന് പാലക്കാട് നഗരസഭയുടെ കീഴിൽ യാക്കര വില്ലേജിൽ 5 ഏക്കർ ഭൂമി വിസ്തീർണത്തിൽ 68.39 കോടി രൂപ നിർമ്മാണ ചെലവിൽ 1,00,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചിട്ടുള്ള ഈ വി ടി ഭട്ടതിരിപ്പാട് സാംസ്കാരിക സമുച്ചയം എന്നുള്ളത് ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ തുക ഫണ്ടിങ്ങിനായി കിഫ്ബിയിലൂടെയാണ് നമുക്ക് ലഭ്യമാക്കിയത് കേരള സർക്കാർ. കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇതിൻ്റെ നിർവഹണ ഏജൻസിയായും ശ്രീ ആർ തുളസി ബിൽഡേഴ്സ് ഇതിൻ്റെ കോൺട്രാക്ടറായും സേവനമനുഷ്ഠിച്ചിരുന്നു. ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 2020 ആരംഭിച്ച ഈ നിർമ്മാണ പ്രവൃത്തികൾ ചില തടസ്സങ്ങൾ കാരണം, ചില പരിസ്ഥിതി പ്രശ്നങ്ങൾ കാരണം, മറ്റ് ഭരണപരമായിട്ടുള്ള നമ്മുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ആരംഭത്തിൽ മുന്നോട്ട് പോകുവാൻ ചില പ്രതിസന്ധികൾ നേരിട്ടുവെങ്കിലും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ A.K. ബാലുവിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഇടപെടലുകളിലൂടെയും നമ്മൾ കടന്നുപോയി ഇന്ന് ഈ സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിൻ്റെ 2 സവിശേഷതകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പോർട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ സമുച്ചയത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്ന്, ലോകോത്തര നിലവാരമുള്ള 1000 പേർക്ക് ഇരിപ്പിടമുള്ള ഒരു ഓപ്പൺ എയർ തിയേറ്റർ നമുക്ക് ഈ സമുച്ചയത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം 300 പേരിലേറെ ഇരിപ്പിടമുള്ള ഒരു നൂതനമായ ഓഡിറ്റോറിയം ഉണ്ട്. ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, AV തിയേറ്റർ, വീഡിയോ ക്ലാസ് റൂം, സെമിനാർ ഹാൾ, വർക്ക്ഷോപ്പ് ഹാൾ, റിഹേഴ്സൽ ഹാൾ എന്നിവയോടൊപ്പം എക്സിബിഷൻ ബ്ലോക്ക്, ഫോക്ലോർ സെൻറ്റർ, മറ്റൊരു ആർട്ട് ഗാലറി, കഫറ്റീരിയ, സ്റ്റോർ, ലൈബ്രറി തുടങ്ങി ഒരു സാംസ്കാരിക സമുച്ചയത്തിന് അനിവാര്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കല അവതരിപ്പിക്കുന്നവനും ആസ്വദിക്കുന്നവനും ഒരുപോലെ തന്നെ അവിസ്മരണീയമായിട്ടുള്ള അനുഭവവും ഓർമ്മയും സമ്മാനിക്കുവാൻ തക്കവണ്ണമുള്ള ഭൗതിക സാഹചര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം സാമൂഹിക പ്രതിബദ്ധതയും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുമുള്ള രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത് സമുച്ചയത്തിലെ മലിനജലം ഇവിടെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ നമ്മൾ സംസ്കരിച്ചെടുത്ത് പുനരുപയോഗിക്കുന്നതിനുള്ള സംവിധാനവും ഇതിനോടൊപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനോഹരമായൊരു ഉദ്യാനവും ഈ ഭൂപ്രകൃതിയെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് കലയും മാനവികതയും സമൂഹവും പ്രകൃതിയും ഇഴകളായി തുന്നിച്ചേർത്തുകൊണ്ട് സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും കലാപ്രവർത്തനത്തിൻ്റെയും ഏടുകൾ ഒരിക്കൽ കൂടി തിരുത്തിക്കുറിക്കാം, ഒരിക്കൽ കൂടി രചിക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ സാംസ്കാരിക സമുച്ചയം നാടിന് സമർപ്പിക്കുന്നത്. ഇതിനായി സഹകരിച്ച, ഇതിൻ്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും ഇവിടുത്തെ പാലക്കാടിൻ്റെ പ്രിയങ്കരായ ജനപ്രതിനിധികൾക്കും എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്കും
ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇനി വരാനിരിക്കുന്ന എല്ലാ കലാ ആസ്വാദകർക്കും ഹൃദയംഗമായ സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് സമാപിക്കുന്നു. നമസ്കാരം.